നിങ്ങൾ 18 മുതൽ 30 വയസ്സുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 10 രീതിയിൽ എക്സ്ട്രാ ഇൻകം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം നിങ്ങൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഡാറ്റ എൻട്രി ചെയ്ത് പൈസ ഉണ്ടാക്കാം, ക്യാപ്ഷൻ റൈറ്റിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഇതൊന്നും ഈ ഒരു കാലത്ത് നടക്കില്ല. കാരണം ഈ പണികളെല്ലാം AI കൊണ്ടുപോയി. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സും പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യുന്നതുമായിട്ടുള്ള പണികൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന 90% കാര്യങ്ങളും സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എത്ര നേരത്തെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നോ അത്രയ്ക്ക് നല്ലത്. കാരണം ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെയാവും. ഒപ്പം പൈസയുടെ കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ വരും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ റോഷൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ ഈ വീഡിയോ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഈസി, മീഡിയം, ഹാർഡ്. ഇതിൽ ഈസി എന്ന് പറയുന്നത് ഈ ഒരു ജോബ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ തന്നെ പൈസ കിട്ടും. പക്ഷേ കിട്ടുന്ന പൈസ ഇത്തിരി കുറവായിരിക്കും. ഇനി ഹാർഡ് കാറ്റഗറി. ഈ ഒരു ജോബ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കണം, ടൈം എടുത്ത് ട്രൈ ചെയ്ത് വിജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ. പക്ഷേ കിട്ടുന്ന പൈസ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഈസി മെത്തേഡ്, നമ്പർ 1, ടീച്ചിങ്. എൻ്റെ സിസ്റ്റർ പഠിക്കണ കാലം മുതൽ സൈഡായിട്ട് ചെയ്തിരുന്ന ഒരു ജോബാണ് ടീച്ചിങ്. അതായത് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൺലൈൻ വഴി ആൾ ട്യൂഷൻ എടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതൊന്ന് പഠിപ്പിക്കുക. ഡ്രോയിങ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ആർട്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം. ആദ്യം നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെ ഒന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് പറ്റിയ പണിയാണോ എന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ 0 തന്നെയാണ്. ഇനി റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മാസം 5000 മുതൽ 20,000 വരെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മുടെ കുട്ടികളെ എണ്ണം അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊരു ലാർജ് സ്കെയിൽ ബിസിനസ്സായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടീച്ചിങ് സ്കില്ല്. ബൈജൂസ്, സൈലം, ഇതൊക്കെ എൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്പർ 2, ഡിവിഡൻഡ്. ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങി, പിന്നീട് ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. കമ്പനിയിലെ മാനേജറിന് വിചാരിക്കുകയാണ് ഈ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് പൈസ ആയിട്ട് കൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് എൻ്റെ കയ്യിൽ ടെസ്ലയുടെ ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. കമ്പനിയിലെ മാനേജറിന് വിചാരിക്കുകയാണ് ഈ കിട്ടിയ ലാഭത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഒരു ഷെയറിന് 10 രൂപയാവും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതുപോലെ തന്നെയാണ് ഡിവിഡൻഡും കിട്ടുക. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻഡ് വഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ കമ്പനിയും ഡിവിഡൻഡ് തരണമെന്നില്ല, കുറച്ച് കമ്പനികൾ മാത്രം. അതും എല്ലാ കമ്പനിയെ പറ്റി ഞാൻ പഠിക്കുന്നുണ്ട് ആദ്യം. പിന്നെ ഒരു വട്ടം ഡിവിഡൻഡ് തന്നു വിചാരിച്ച് എല്ലാ വട്ടം ആ സെയിം കമ്പനി ഡിവിഡൻഡ് തരണമെന്നില്ല. പിന്നെ കിട്ടുന്ന ഡിവിഡൻഡ് എല്ലാം ടാക്സ് ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 5-10% മാത്രമാണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ റിസ്ക് നോക്കിയാലോ അതും വളരെ കൂടുതലാണ്. കാരണം ആ ഒരു കമ്പനിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഷെയർ പ്രൈസ് വീണ് നമ്മുടെ പൈസ ഒക്കെ നഷ്ടമാവും. നമ്പർ 3, പാർട്ട് ടൈം ജോബ്സ്. കാറ്ററിങ്, ഡെലിവറി ബോയ്, ഹെൽപ്പർ, ഇങ്ങനെ പല ടൈപ്പ് പാർട്ട് ടൈം ജോബ്സ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കുറേ പേരാണ് പാർട്ട് ടൈം ജോബ്സ് വഴി പൈസ ഉണ്ടാക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇനി റിട്ടേൺസ് നോക്കിയാലോ ഒരു കല്യാണത്തിന് കാറ്ററിങ്ങിന് പോയാൽ തന്നെ 500 രൂപ കിട്ടും. ആ സെയിം കല്യാണത്തിന് ആങ്കറിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ വരെ കിട്ടും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പാർട്ട് ടൈം ജോബ്സിൽ കിട്ടുന്ന ഇൻകം അതൊരു ഫിക്സഡ് ആയിരിക്കും, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്പർ 4, കമ്മീഷൻ ബേസ്ഡ് ബിസിനസ്. ഇതിൽ വരുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പക്ഷേ ഞാനിത് ചെയ്ത് തോറ്റുപോയ ഒരാളാണ്. എനിക്ക് മനസ്സിലായി അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ലാർജ് ഓഡിയൻസ് തന്നെ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. ഞാൻ ഈ അഫിലിയേറ്റ് മാർക്കറ്റിന് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാനൊരു സെയിൽസ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തു. എക്സാമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് അവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് നോക്കി വാങ്ങാൻ അറിയാത്തവരായിട്ട് കുറേ പേരുണ്ട്. ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു TV ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് ആയിക്കോട്ടെ, അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഞാനായിട്ട് സെർച്ച് ചെയ്ത് അവർക്ക് പറഞ്ഞെടുക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-5% കമ്മീഷൻ ഞാൻ അവിടെ നിന്ന് ഈടാക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ട്, റീചാർജ് ചെയ്യാൻ അറിയാത്തവരുണ്ട്, ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എല്ലാം വേണ്ടിയിട്ട് ഞാനൊരു അക്ഷയ സെൻറ്റർ പോലെ വർക്ക് ചെയ്യും. എന്നിട്ട് ചെറിയൊരു കമ്മീഷൻ ഇവരുടെ നിന്ന് ഞാൻ ഈടാക്കും. ഈ കമ്മീഷൻ ബേസ്ഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ റിട്ടേൺസ് ആണെങ്കിലോ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോലെ ഇരിക്കും. ആൾക്കാർ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കമ്മീഷൻ. ഇനി അടുത്ത മീഡിയം കാറ്റഗറി നോക്കാം. അതിൽ നമ്പർ 1, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരാം, ഓ ഇതിന് വലിയൊരു ക്യാമറ ഉണ്ട്, അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേന്ന്. എൻ്റെ ഫ്രണ്ട് BTech പഠിക്കുന്ന കാലത്ത് അവൻ വീക്കെൻഡുകളിൽ ലൈറ്റ് ബോയ് ആയിട്ട് ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. പിന്നീട് അവൻ ഫോട്ടോഗ്രാഫി എല്ലാം പഠിച്ച് ക്യാമറ റെൻറ്റിനെടുത്ത് ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. ഇന്ന് അവന് തൃശ്ശൂരിൽ പേര് കേട്ട ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കമ്പനിയുണ്ട്. ഒരു കല്യാണത്തിന് അവൻ 1-1.5 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്. ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡാണെങ്കിൽ ആദ്യം ഫ്രീ ആയിട്ടും കൊളാബ് ചെയ്തും മാക്സിമം വർക്ക് ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക. ഈ ഫോട്ടോഗ്രാഫിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്.
കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടമാനം ആൾക്കാരാണ് ക്യാമറ റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാമറ റെൻറ്റിന് വാങ്ങി ആദ്യം ഫോട്ടോ എടുക്കാനുള്ള സ്കില്ല് നമ്മൾ പഠിക്കുക. ഫോട്ടോഗ്രാഫിക്ക് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. കാരണം റെൻറ്റിന് വാങ്ങിയ ക്യാമറയ്ക്ക് ഒരു സ്ക്രാച്ച് വന്നാലോ അല്ലെങ്കിൽ വെള്ളം വീണാലോ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്പർ 2, സ്വിംഗ് ട്രേഡിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷെയർ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് വിൽക്കുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് വളരെ കൂടുതലാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ എമൗണ്ടും പോയിന്ന് വരാം. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡിംഗ് മാത്രമല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇൻട്രാഡേ, ഇങ്ങനെ പല ടൈപ്പും ഉണ്ട്. പക്ഷേ ഞാനതൊന്നും സജസ്റ്റ് ചെയ്യില്ല, കാരണം എൻ്റെ കുറേ പൈസ പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ഒരിക്കലും പെയ്ഡ് കോഴ്സ് എടുക്കരുത്. നിങ്ങൾ യൂട്യൂബിലായിട്ട് ഫ്രീ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് അതിൽ കാണും. അതെല്ലാം നോക്കി പഠിച്ച് ഒന്ന് ജസ്റ്റ് തുടങ്ങി നോക്കുക. നമ്പർ 3, റെൻ്റൽ ബിസിനസ്. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ റെൻറ്റിന് കൊടുക്കുക. എക്സാമ്പിളായിട്ട് നിങ്ങൾ വണ്ടി ക്ലീൻ ചെയ്യേണ്ട പ്രഷർ ഗണ്ണ് വാങ്ങി, നിങ്ങളുടെ യൂസ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ റെൻറ്റിന് കൊടുത്ത് പൈസ ഉണ്ടാക്കാം. എൻ്റെ ഫ്രണ്ട് +2 കഴിഞ്ഞപ്പോൾ അവൻ പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വാങ്ങി. പിന്നീട് അത് അവൻ കല്യാണത്തിന് റെൻറ്റിനെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് അവന് ഇതുപോലെയുള്ള ലക്ഷറി ടേബിളുകളും ചെയറുകളും റെൻറ്റിന് കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട് അവന്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇനി ഇതിൻ്റെ റിസ്ക് നോക്കിയാലോ അതും കൂടുതലാണ്. ഇതിൻ്റെ എല്ലാം മെയിൻ്റനൻസ്. ഇനി ഇതിൻ്റെ റിട്ടേൺസ് നോക്കിയാലോ അത് വളരെ കൂടുതലാണ്. നമ്പർ 4, ബിൽഡിംഗ് എ കോഴ്സ്. അതായത് കോഴ്സ് ഉണ്ടാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ടീച്ചിങ്, അത് തന്നെ സംഭവം. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഒരു കോഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ചെറിയ ടൈമിൽ മാക്സിമം വാല്യൂ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോഴ്സിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ടൈപ്പ് വെബ്സൈറ്റ് വഴി നമ്മുടെ കോഴ്സ് വിൽക്കാൻ പറ്റും. യൂഡെമി, കോഴ്സെറ, ഫ്രീലാൻസർ, അങ്ങനെ. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ റിട്ടേൺസ് നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കില്ല് പോലെ ഇരിക്കും. ഇനി അടുത്ത കാറ്റഗറി ഹാർഡ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന 2 മെത്തേഡുകളാണ്. ഈ 2 മെത്തേഡും ഏകദേശം സിമിലറാണ്. നമ്പർ 1, എഡിറ്റിംഗ്. ട്രെൻഡിങ് ജോബാണ് എഡിറ്റിംഗ്. ഭയങ്കര ഡിമാൻഡാണ് ഒരു എഡിറ്റർക്ക് ഇന്നുള്ളത്. നമ്മൾ ഡെയിലി മൊബൈൽ യൂസ് ചെയ്യും, സോഷ്യൽ മീഡിയ നോക്കും. ഒരു ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എഡിറ്റർ എന്തായാലും ഒരു ആവശ്യമാണ്. ഇതിന് നല്ല രീതിയിൽ സ്കില്ലുണ്ടായിരിക്കണം. ഒപ്പം സ്ക്രീനിന് മുമ്പിൽ കുറേ നേരം ഇരിക്കണം. ഇന്ന് എല്ലാ ടൈപ്പ് എഡിറ്റിങ്ങിനും നല്ല ഡിമാൻഡാണ്. ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, അങ്ങനെ. എൻ്റെ 2-3 ഫ്രണ്ട്സ് പഠിക്കണ കാലം മുതൽ യൂട്യൂബിൽ നോക്കി എഡിറ്റിംഗ് പഠിച്ചിരുന്നു. ഇന്ന് അവർ 1 മിനിറ്റിന് വീഡിയോയ്ക്ക് അവർ 1000ങ്ങളാണ് വാങ്ങുന്നത്. അല്ല, ഒരു ഫ്രണ്ട് ഇപ്പോൾ സിനിമ ഫീൽഡിലും കയറി. നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാനും അതുപോലെ വർക്ക് കിട്ടാനും ടൈം എടുക്കും. എപ്പോഴും നല്ലത് എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വാങ്ങി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ്, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ്, അതായത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ അറിയോ, അത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കോമഡി ചെയ്യാൻ അറിയോ, അത് ചെയ്യാം. ഒരു കാര്യം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അറിയോ, അതും ചെയ്യാം. പക്ഷേ നമ്മുടെ വീഡിയോ ആളുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഒരു വ്ളോഗ് ആണെങ്കിലും ശരി, നോളജ് വീഡിയോ ആണെങ്കിലും ശരി, ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, ഒപ്പം മാർക്കറ്റിംഗ് ചെയ്യണം. ഇങ്ങനെ കുറേ പണികളുണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടും ടൈം എടുത്തും വർക്ക് ചെയ്താൽ മാത്രമേ കണ്ടന്റ് ക്രിയേഷനിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇനി ഇതിൻ്റെ റിട്ടേൺസ് നോക്കി കഴിഞ്ഞാലോ നമ്മുടെ ഒരു വീഡിയോ വൈറലായി തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് എല്ലാ വീഡിയോസും നല്ല രീതിയിൽ വ്യൂവേഴ്സ് നമുക്ക് കിട്ടും. ഇനി ഭാവിയിൽ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ 10 രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതുകൂടാതെ പല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്.